അമ്മച്ചി എപ്പോഴും പറയും സാമ്പാർ വെച്ചാളുടെ കൈപ്പുണ്യം അറിയണമെങ്കിൽ ഉണ്ട് കഴിഞ്ഞ് കൈ കഴുകിയാലും ആ മണം കയ്യിൽ നിന്ന് പോകില്ല എന്ന്. അപ്പോൾ അതെ, അതുപോലത്തെ ഒരു അടിപൊളി ഈസി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് കഷ്ണമൊന്നും എടുത്തിട്ടില്ല. മത്തങ്ങയും വെള്ളരിക്കയും ഉരുളനും ക്യാരറ്റും അതുപോലെ തന്നെ ഒരു മുരിങ്ങാക്കോലും കുറച്ച് പരിപ്പും ഒരു ചെറിയ കഷ്ണം കായവും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നല്ലപോലെ ഒരു 2 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അടുത്തിടെയായിട്ട് യൂസ് ചെയ്യുന്നത് കുടുംബശ്രീയുടെ കറി പൗഡേഴ്സും അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സ് ഒക്കെയാണ് കേട്ടോ. ഒരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്ത മായമില്ലാത്ത പ്രൊഡക്ട്സ് ആണ് അവരുടെ. അതുപോലെ തന്നെ 40 ലക്ഷത്തിലധികം സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം കൂടിയാണ് ഈ കുടുംബശ്രീയുടെ പ്രൊഡക്ട്സ്. കറി പൗഡേഴ്സ് മാത്രമല്ല കേട്ടോ, പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോഴേക്കും കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കൂടി ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊന്ന് ഉടച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുതിർത്ത് വെച്ച വാളംപുളിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നീട്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മൂടി തുറന്ന് അതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയും അതുപോലെ തന്നെ മല്ലിയിലയും തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ മുരിങ്ങാക്കോല അവസാനം ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്, ഇല്ലെങ്കിൽ അത് വെന്തുടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം കുറച്ച് ഉള്ളിയും ഉലുവയും എല്ലാം കൂടി കടുക് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുടുംബശ്രീയുടെ പ്രൊഡക്ട്സ് എല്ലാം ബാംഗ്ലൂരും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.